നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ എത്ര ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ മാറാറില്ല. അതുപോലെ തന്നെ ആധാർ കാർഡിലെ ഫോട്ടോ മാറാത്തത് മൂലം നമ്മൾ പല സമയത്തും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പുതിയ സിം എടുക്കുന്ന സമയത്ത്, ചില ഒതൻറ്റിക്കേഷൻ ആപ്പുകളുടെ സമയത്ത്, നമ്മൾ പെൻഷൻ മസ്റ്ററിംഗ് എല്ലാം നമ്മൾ ഫോട്ടോ ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ പല സമയങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അതിനെല്ലാം പരിഹാരമായിട്ടൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെന്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളും അപ്ഡേറ്റുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റാത്തത് മൂലം പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. അതിൽ പ്രധാനമാണ് നമ്മളൊരു പുതിയ സിം എടുക്കുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡിലെ ഫോട്ടോ മാച്ച് ആവുന്നില്ലെന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ചില ഒതൻറ്റിക്കേഷൻ ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ പെൻഷൻ മസ്റ്ററിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചെല്ലാം ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ മസ്റ്ററിംഗ് പരാജയപ്പെടാറുണ്ട്. അതിനെല്ലാം കാരണം നമ്മൾ പഴയ ഫോട്ടോയാണ്. അതിനുശേഷം നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടാകും. എന്നിരുന്നാൽ നമ്മൾ എത്ര സമയത്ത് നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഫോട്ടോ മാറാറില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ അവരോട് പറയണം, നമ്മുടെ ഫോട്ടോ മാറ്റാനുള്ള അപേക്ഷ പ്രത്യേകമായി കൊടുക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ മാറുകയുള്ളൂ. അതിന് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററുകളിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് നമ്മൾ ഫോട്ടോ മാറാനുള്ള പുതിയൊരു അപേക്ഷ കൊടുക്കണം. എങ്കിൽ മാത്രമായിരിക്കും ഫോട്ടോ മാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ 10 വർഷത്തിൽ കൂടുമ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഫോട്ടോ മാറാൻ പ്രത്യേക അപേക്ഷ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഫോട്ടോ മാറുകയുള്ളൂ. ആധാർ കാർഡ് എടുക്കുന്ന ഉദ്യോഗസ്ഥനോട് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് നമ്മൾ പ്രത്യേകം പറയണം, നമ്മുടെ ഫോട്ടോ കൂടി മാറ്റണം, ഫോട്ടോ കൂടി അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആധാർ കാർഡ് മാറ്റുന്ന സമയത്ത് നമ്മൾ മൊബൈൽ നമ്പർ കൂടി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ PVC കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ 50 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്കത് പോസ്റ്റ് വഴി വീട്ടിലേക്ക് വരാനും സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡായിരിക്കും നമുക്ക് അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ലഭിക്കുക. അതിൽ ഫോട്ടോ നല്ല ക്ലിയറായി ലഭിക്കും. അതുപോലെ തന്നെ അതിലെ QR കോഡ് മറ്റ് സംവിധാനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡ് അപ്ഡേഷനാണ്. 10 വർഷം കൂടുമ്പോൾ നിർബന്ധമായി നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 5 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡാണെങ്കിൽ, കുട്ടികൾക്ക് 5 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും 5 വയസ്സിന് ശേഷം പുതുക്കുക. അതുപോലെ തന്നെ 15 വയസ്സിന് ശേഷം എടുത്ത ആധാർ കാർഡാണെങ്കിൽ, മുമ്പെടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും 15 ശേഷം ആധാർ കാർഡ് പുതുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. ആധാർ കാർഡ് പുതുക്കുന്ന സമയത്തെല്ലാം നമ്മൾ ആധാർ കാർഡിലുള്ള മൊബൈൽ നമ്പർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.